ഓണത്തിന് വരവറിയിച്ച് ഇന്ന് അത്തമാണ്. പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 11ാമത്തെ നാളിലാണ് ഇത്തവണ തിരുവോണം വരുന്നത്. കർക്കിടക മാസത്തിൽ അത്തം വരുന്നതും അപൂർവമാണ്. നാളെയാണ് പുതിയ മലയാള വർഷം ആരംഭിക്കുന്നത്. അത്തം ഒരു ഓർമ്മപ്പെടുത്തലാണ്. തിരുവോണമിങ്ങ് എത്താറായെന്ന ഓർമ്മപ്പെടുത്തൽ. അത്തം നാളിൽ തുടങ്ങുന്ന ആഘോഷം തിരുവോണത്തോടെ അതിന്റെ പാരമ്യത്തിലെത്തും. അതിന്റെ തുടക്കമാണ് അത്തം. നമ്മുടെ നാടിന്റെ ഗ്രാമീണ സൗന്ദര്യവും പരമ്പരാഗത ആചാരങ്ങളുമെല്ലാം ഓണാഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പൂക്കളുടെ കൂടി ആഘോഷമാണ് ഓണം. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളാണ് വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കുന്നത്. തുമ്പ, മുക്കുറ്റി, തെച്ചി, നന്ദ്യാർവട്ടം, കോളാമ്പിപ്പൂക്കൾ എന്നിവയെല്ലാം അത്തപ്പൂക്കളത്തിൽ സ്ഥാനം കണ്ടെത്താറുണ്ട്. അത്തം നാളിൽ നൈർമല്യത്തിന്റെ തുമ്പപ്പൂയിട്ടാണ് പൂക്കളമൊരുക്കുക. പിന്നെ തുളസിയിടും. അത്തം ചിത്തിര നാളിൽ ഈ 2 പൂക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 3ാം ദിവസം മുതലാണ് നിറങ്ങളുള്ള പൂക്കൾ ഉപയോഗിച്ചുള്ള പൂക്കളം. 10ാം ദിവസം 10 തരം പൂക്കളിട്ട് പൂക്കളമൊരുക്കുന്നു. പല നാട്ടിലും പലതാണ് ആചാരങ്ങൾ. പക്ഷേ ഒരൊറ്റ മനസ്സോടെ പൂക്കളം തീർക്കുന്നത് മഹാബലിയെ വരവേൽക്കാനാണ്. ഇപ്പോൾ കാലങ്ങളായി മറുനാട്ടിലെ പൂക്കളാണ് നമ്മുടെ പൂക്കളങ്ങളെ മനോഹരമാക്കുന്നത്. പറമ്പും കുന്നും മലയും പാടവും താണ്ടി പൂക്കൾ തേടിപ്പോകുന്ന കുട്ടികളും അവരുടെ ആഘോഷ തിമിർപ്പുകളുമൊക്കെ ഇന്ന് ഓർമ്മകളാണ്. പക്ഷേ ബാല്യത്തിന്റെ നിഷ്കളങ്കതയിൽ ആനന്ദമല്ലാതൊന്നും ഓണമോർമ്മകളിൽ നിറയാറില്ല. നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് ഓണം. അതുകൊണ്ട് തന്നെ അത്തം നാളിനും പ്രാധാന്യം ഏറെയുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മഹത്തായ പ്രതീകമായി അത്തം കാലങ്ങളായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തച്ചമയവും പുലികളിയും വള്ളംകളിയുമെല്ലാം നാം ഇന്നും ആഘോഷിക്കുന്നത്. നാടും നഗരവും ഇന്ന് വ്യത്യാസമില്ലാതെ ക്ലബ്ബുകളും മറ്റ് കൂട്ടായ്മകളുമെല്ലാം ഇനി ഓണാഘോഷ പരിപാടികളാൽ സജീവമാകും. ഗൃഹാതുരമായ ഓർമ്മകളാണ് മലയാളിക്ക് ഓരോ ഓണക്കാലവും സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.